എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റ ലാൻഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫിസിക്സിൻ്റെ തന്നെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇടുന്നത്. അതായത് പാർട്ടിക്കിൾ ഡൈനാമിക്സ് തന്നെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾ ഡൈനാമിക്സ് ക്ലാസ് 11 ചാപ്റ്റർ 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ. ഇതാണ് നമ്മുടെ സിലബസ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള വ്യത്യാസം അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ദൂരം എന്ന് പറയുന്നത് സഞ്ചരിച്ച പാതയുടെ ആകെ നീളവും, സ്ഥാനാന്തരം എന്ന് പറയുന്നത് ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം. ഓക്കെ ആണല്ലോ? ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു നിർത്തി എന്തെന്ന് വെച്ചാൽ ഒരു വസ്തുവിന്റെ ചലനത്തെ സ്ഥാന സമയ ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സൂചിപ്പിക്കാം എന്ന ആ ഒരു പോയിന്റിലാണ് നമ്മൾ ലാസ്റ്റ് നിർത്തിയത് അല്ലെ. അങ്ങനെ ഒരു ഗ്രാഫ് വസ്തുവിന്റെ ചലനത്തെ സൂചിപ്പിക്കാനും വിശകലനം ചെയ്യുവാനുമുള്ള ശക്തമായ ഒരു ഉപാധിയാണ്. എക്സ് അക്ഷത്തിലൂടെയുള്ള ഒരു നേർരേഖാ ചലനത്തിൽ എക്സ് നിർദ്ദേശാങ്കങ്ങൾ മാത്രമേ സമയാനുസൃതമായി മാറുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു എക്സ് ടി ഗ്രാഫ് ലഭിക്കുന്നു. ആദ്യം ലളിതമായി സ്ഥിരാവസ്ഥയിലുള്ള ഒരു വസ്തു പരിഗണിക്കാം അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ഉദാഹരണത്തിന് എക്സ് ഇസിക്കൽ ടു 40 മീറ്ററിൽ നിശ്ചലമായി നിൽക്കുന്ന ഒരു കാർ, അതിന്റെ സ്ഥാന സമയ ഗ്രാഫ് ചിത്രം 3.2 എയിൽ നമുക്ക് കാണാം. സമയത്തിന്റെ അക്ഷത്തിന് സമാന്തരമായ ഒരു നേർവരയാണ്. ഓക്കെ, അപ്പൊ ഒന്ന് കണ്ടുനോക്കാം. ഇതാണ് ആ ഗ്രാഫ്. അതായത് സ്ഥാന സമയ ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ നമ്മളിപ്പം സമയമാണ് കൊടുത്തിരിക്കുന്നത്, ടൈം ടി ആണ് അല്ലെ, ടി ഇൻ സെക്കൻഡ്സ്. അതുപോലെ വൈ ആക്സിസിൽ നമ്മൾ സ്ഥാനം ഇൻ മീറ്റർ അല്ലെ, ഒരു ദൂരം അല്ലെങ്കിൽ സ്ഥാനാന്തരം മീറ്ററിലാണ് നമ്മൾ വൈ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കിക്കേ, ഇതിപ്പോ ഒരു കാറിന്റെ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലുള്ള ഒരു കാറിന്റെ സ്ഥാന സമയ ഗ്രാഫാണ് നിങ്ങൾ കാണുന്നത്. ഇതിന്റെ ഷേപ്പ് എന്താണെന്ന് നമുക്ക് പറയാം, ഒരു നേർരേഖയാണ് അല്ലെ. എക്സ് ആക്സിസിന് സമാന്തരമായിട്ടുള്ള ഒരു നേർരേഖയാണ്. അതായത് ഇറ്റ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ ദാറ്റ് ഇസ് പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പൊ ഈ ഒരു ഷേപ്പ് ഓർത്തു വെച്ചോളുക, നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ സ്ഥാന സമയ ഗ്രാഫ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ബി എന്ന് പറയുന്ന ഗ്രാഫ് ഏതാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഇനി നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു സമയത്തിന്റെ തുല്യ ഇടവേളകളിൽ തുല്യ ദൂരങ്ങൾ സഞ്ചരിച്ചാൽ അതിന്റെ നേർരേഖയിലൂടെയുള്ള സമചലനം എന്ന് പറയുന്നു. അതായത് യൂണിഫോം മോഷൻ. അപ്പൊ തുല്യ ഇടവേളയും തുല്യ ദൂരവുമാണെങ്കിൽ ആ ചലനത്തെ നമ്മൾ എന്ത് പറയുന്നു, സമചലനം എന്ന് പറയുന്നു. അപ്പൊ ഇത് രണ്ടും തുല്യം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അസമചലനം അല്ലെങ്കിൽ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയാം. അപ്പൊ ഇതെന്താണ്, യൂണിഫോം മോഷൻ ആണ്. ഇനി അങ്ങനെ യൂണിഫോം മോഷൻ ഉള്ള ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു കാറിന്റെ ചലനത്തിന്റെ സ്ഥാന സമയ ഗ്രാഫാണ് ബിയിൽ കാണുന്നത്. കണ്ടോ? സമചലനത്തിലുള്ള ഒരു വസ്തു എന്നിവയുടെ സ്ഥാന സമയ ഗ്രാഫ് ബി എന്ന് പറയുന്നത് കാണുന്നത് എന്താണ്, ഇറ്റ് ഇസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഒരു നേർരേഖയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇറ്റ് ഇസ് ഒരു നേർരേഖ. ആൻഡ് അടുത്തത് നോക്കിക്കേ, ടി ഇസ് ഈക്വൽ ടു 0 സമയത്ത് മൂലബിന്ദു ഒയിൽ നിന്ന് സ്ഥിരാവസ്ഥയിലായിരിക്കുന്ന ഒരു കാർ ചലിച്ച് ടി ഇസ് ഈക്വൽ ടു 10 സെക്കൻഡ് വരെ അതിന് വേഗം കൂടുകയും തുടർന്ന് സമവേഗത്തിൽ ടി ഇസ് ഈക്വൽ ടു 18 സെക്കൻഡ് വരെ സഞ്ചരിക്കുകയും പിന്നീട് ബ്രേക്ക് ചെയ്തപ്പോൾ ടി ഇസ് ഈക്വൽ ടു 20 സെക്കൻഡിൽ എക്സ് ഇസ് ഈക്വൽ ടു 296 മീറ്റർ വരെ സഞ്ചരിച്ച് ചലനം നിലയ്ക്കുന്നു ചെയ്തുവെന്ന് കരുതുക. ഈ പ്രക്രിയയുടെ സ്ഥാന സമയ ഗ്രാഫാണ് ചിത്രം 3.3 കാണിച്ചിരിക്കുന്നത്. ഈ ഗ്രാഫിനെ സംബന്ധിച്ച് തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കാവുന്നതാണ്. അപ്പൊ നോക്കിക്കേ, ഇതാണ് സ്ഥാന സമയ ഗ്രാഫ്. ഏതാണ്, ഒരു കാറിന്റെ സ്ഥാന സമയ ഗ്രാഫ്. അപ്പൊ 0 മുതൽ 8 സെക്കൻഡ് വരെ എന്താണ്, അത് വേഗത കൂട്ടുവാണ് അല്ലെ, വേഗത കൂട്ടി. പിന്നെ ഒരു 10 മുതൽ ഒരു 18 സെക്കൻഡ് വരെ എന്താ സംഭവം, 10 തൊട്ട് 18 സെക്കൻഡ് വരെ എന്താണ്, സമവേഗത്തിലാണ് അല്ലെ. സമവേഗം എന്താ നമ്മളിപ്പോ പറഞ്ഞു, എന്താണ്, തുല്യ ദൂരവും തുല്യ സമയ ഇടവേളകളിലുമുള്ള ചലനത്തിനെയാണ് നമ്മൾ സമവേഗം എന്ന് പറയുന്നത് അല്ലെ, സമചലനം എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ആ 10 സെക്കൻഡ് മുതൽ 18 സെക്കൻഡ് വരെയുള്ള സമയത്ത് എന്താണ്, സമവേഗത്തിലാണ്, അതായത് സെയിം ആയിട്ടുള്ള ഒരു വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്യുന്നത് അല്ലെ, കോൺസ്റ്റന്റ് സ്പീഡ് അല്ലെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് ആ ഒരു കാർ മൂവ് ചെയ്യുന്നതെന്ന് പറയാം. ഇനി എന്താ പറയുന്നത്, ഇനി 20 സെക്കൻഡ് എന്ന് പറയുന്ന സമയം അല്ലെ, 20 സെക്കൻഡ് എന്ന് പറയുന്ന സമയം ആയപ്പോഴത്തേക്കും എന്താണ്, ബ്രേക്ക് ചെയ്തു, കാറ് ബ്രേക്ക് ചെയ്തു. അങ്ങനെ ഫൈനലി 296 മീറ്റർ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ കാറിന്റെ എന്താണ്, ചലനം നിലയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. 20 സെക്കൻഡ് ആയപ്പോഴത്തേക്കും 290, ഏകദേശം ഈ ഒരു വാല്യൂ കേട്ടോ, ആ വാല്യൂ ഇത് ഏകദേശം 296 മീറ്റർ ആയപ്പോഴത്തേക്കും കാർ എന്താണ്, നിശ്ചലാവസ്ഥയിലായി. അപ്പൊ ഇത്രേ ഉള്ളൂ. കാറ് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അതായത് മൂലബിന്ദു ഒറിജിൻ ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വേഗം കൂട്ടി പിന്നെ ഒരു കോൺസ്റ്റന്റ് വേഗതയിൽ അല്ലെങ്കിൽ സമവേഗത്തിൽ സഞ്ചരിച്ച് പിന്നീട് ബ്രേക്ക് ചെയ്ത് ഒരു നിശ്ചലാവസ്ഥയിലോട്ട് എത്തുന്നു. ഇതാണ് ഒരു കാറിന്റെ സ്ഥാന സമയ ഗ്രാഫ്. മനസ്സിലായല്ലോ? അപ്പൊ സ്ഥാന സമയ ഗ്രാഫ് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുന്നതെന്ന് ഒരു ഐഡിയ ആയി. ഇനി അടുത്തതിലേക്ക് പോകാം. ഇപ്പൊ സ്ഥാന സമയ ഗ്രാഫുകളെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ആയി. ഇനി നമുക്ക് പ്രവേഗവും വേഗവും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അപ്പം ഇതിനു മുമ്പ് വേഗം എന്താണ്, പ്രവേഗം എന്താണെന്ന് ഞാനൊന്ന് പറയാം അല്ലെ. വേഗം എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ വേഗത എന്ന് പറയുന്നത് എന്താണ്, പാത ദൈർഘ്യം അല്ലെങ്കിൽ ദൂരം
ഡിവൈഡഡ് ബൈ സമയം. ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ പ്രവേഗം എന്ന് പറയുന്നത് എന്താണ്? സ്ഥാനാന്തരം ഡിവൈഡഡ് ബൈ സമയം. അതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തോണം. വേഗത എന്ന് പറയുന്നത് പാതദൈർഘ്യം ബൈ സമയം, പ്രവേഗം എന്ന് പറയുന്നത് സ്ഥാനാന്തരം ബൈ സമയം. ഓക്കെ, ഇനി നമുക്കിത് കാണാം. ഇനി ശരാശരി പ്രവേഗവും ശരാശരി വേഗവുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, ഒരു വസ്തു സഞ്ചരിക്കുമ്പോൾ അതിന്റെ സ്ഥാനം സമയാനുസൃതമായി മാറുന്നു. പക്ഷേ എത്ര വേഗത്തിൽ ഏത് ദിശയിലാണ് സ്ഥാനം സമയത്തിനനുസരിച്ച് മാറുന്നത്? ഇത് വിശദമാക്കാനാണ് ശരാശരി പ്രവേഗം എന്ന ഒരു അളവ് നിർവചിക്കുന്നത്. സ്ഥാനാന്തരം ഡെൽറ്റ എക്സിനെ സമയ ഇടവേള ഡെൽറ്റ ടി കൊണ്ട് ഹരിക്കുന്നതിനെ ശരാശരി പ്രവേഗം എന്ന് നിർവചിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്ഥാനാന്തരം ബൈ സമയ ഇടവേള, അതാണ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. അതിനെ എന്ത് വിളിക്കാം നമുക്ക്? ശരാശരി പ്രവേഗം. ഇനി നോക്കിക്കേ, ഇവിടെ x1 x2 എന്നിവ യഥാക്രമം t1 t2 എന്നീ സമയങ്ങളിൽ ആ വസ്തുവിനുള്ള സ്ഥാനങ്ങളാണ്. ഇവിടെ പ്രവേഗത്തിന്റെ ചിഹ്നത്തിന് മുകളിലുള്ള രേഖ ശരാശരി അളവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അതായത് നമ്മൾ പ്രവേഗത്തിന് v എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, വെലോസിറ്റി ആയതുകൊണ്ട്. അതിന് മുകളിൽ എന്താണ്? മുകളിൽ നമ്മളൊരു ഇങ്ങനെ ഒരു ചിഹ്നം ഇടുന്നു, ഒരു ബാർ ഇടുന്നു. അതെന്തിനാ സൂചിപ്പിക്കുന്നത്? ശരാശരി അളവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചിഹ്നം ഉപയോഗിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഇതിന്റെ SI യൂണിറ്റ് നോക്കിക്കേ, മീറ്റർ പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമ്മൾ എഴുതാറുണ്ട്. ഇനി നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ്? കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോളുക. അപ്പം എന്താണ് ശരാശരി പ്രവേഗം എന്ന് പറയുന്നത്? എന്താണ്? സ്ഥാനാന്തരം ഡിവൈഡഡ് ബൈ സമയ ഇടവേള. ആ സ്ഥാനാന്തരത്തിനെയാണ് ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് സൂചിപ്പിച്ചത്, സമയ ഇടവേള ഡെൽറ്റ ടി. അല്ലെങ്കിൽ നമ്മൾ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എഴുതാറുണ്ട് x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1. അതായത് t1 സമയത്ത് ഒരു വസ്തു x1 ഡിസ്റ്റൻസിലായിരുന്നു, അതുപോലെ t2 സമയത്ത് ഒരു വസ്തു x2 പൊസിഷനിലായിരുന്നു. അപ്പോൾ എന്താണ്? ഇതിന്റെ രണ്ടിനെ ഡിഫറൻസ് കണ്ടിട്ട് അതിനെ എന്താണ്? ഹരിക്കുക. അപ്പം x2 മൈനസ് x1 ബൈ t2 മൈനസ് t1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ശരാശരി പ്രവേഗം നമുക്ക് കിട്ടുന്നു. മനസ്സിലായല്ലോ? ഇതാണ് ശരാശരി പ്രവേഗം കാണുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, സ്ഥാനാന്തരം പോലെ ശരാശരി പ്രവേഗവും ഒരു സദിശ അളവാണ്. ശരാശരി പ്രവേഗം എന്താണ്? സദിശ അളവ്. എന്താണ് സദിശ അളവ്? പരിമാണവും അതുപോലെ തന്നെ ദിശയുമുള്ള അളവിനെയാണ് നമ്മൾ സദിശ അളവ് എന്ന് പറയുന്നു. അപ്പൊ എന്താണ്? സ്ഥാനാന്തരവും സദിശ അളവാണ്, പ്രവേഗവും സദിശ അളവാണ്. അപ്പം അതിശ അളവുകൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച അതിശ അളവും അതുപോലെ തന്നെ ഏതാണ്? വേഗത അല്ലെ? വേഗത എന്ന് പറയുന്നത് എന്താണ്? ഒരു അതിശ അളവാണ്. കാരണം എന്താണ്? അതിനകത്ത് നമ്മൾ ദിശ പറയുന്നില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി പക്ഷെ നേരത്തെ വിശദീകരിച്ചതുപോലെ നേർരേഖാ ചലനത്തിന് സദിശത്തിന്റെ ദിശാനുസൂചികമായിട്ട് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അടയാളങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ അധ്യായത്തിൽ പ്രവേഗത്തിന് സദിശ ചിഹ്നം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത എന്താ? നമ്മൾ ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ, 3.4 എന്ന് പറയുന്ന ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട 3.3 ഗ്രാഫില്ലേ, ഇതിന്റെ 0 തൊട്ട് 8 സെക്കൻഡ് വരെയുള്ള സമയത്തിനെ ഒന്ന് വലുതാക്കി വരച്ച് കാണിച്ചേക്കുവാണ് ഈ ഗ്രാഫ് അല്ലെ. 0 തൊട്ട് 8 സെക്കൻഡ് വരെയുള്ള സമയത്തിനെ വലുതാക്കി കാണിച്ചിരിക്കുകയാണ്. ഇനി എന്താ പറയുന്നത്? ഈ ഒരു ചിത്രം 3.3 തന്നിരിക്കുന്ന ഒരു കാറിന്റെ ചലനം പരിഗണിക്കുക. സ്ഥാന സമയ ഗ്രാഫിൽ t=0 സെക്കൻഡിനും t=8 സെക്കൻഡിനും ഇടയിലുള്ള ഭാഗത്തെ ചിത്രം 3.4 വലുതാക്കി കാണിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ. ഇനി പ്ലോട്ടിൽ കാണുന്നത് പോലെ സമയം t=5 സെക്കൻഡിനും t=7 സെക്കൻഡിനും ഇടയിലുള്ള കാറിന്റെ ശരാശരി പ്രവേഗം എന്നത്, അതായത് നമ്മൾ എന്താണ് ഈ ഒരു ഗ്രാഫിൽ നിന്ന് ശരാശരി പ്രവേഗം കാണാൻ പോവാണ്. നമ്മൾ പറഞ്ഞു ശരാശരി പ്രവേഗം എന്ന് പറയുന്നത് സ്ഥാനാന്തരം ബൈ സമയ ഇടവേള, അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്കിവിടെ സമയം തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് സമയം? t1 എന്ന് പറയുന്നത് 5 സെക്കൻഡും t2 എന്ന് പറയുന്നത് 7 സെക്കൻഡും. കണ്ടോ, ഇവിടെ ഒരു പോർഷനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ p1 p2 എന്ന് പറയുന്നത് അല്ലെ. p1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ്, p2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 7 സെക്കൻഡ്. ഇനി അതിന്റെ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസുകൾ നമുക്ക് പറയാലോ. x1 എന്ന് പറയുന്നത് എന്താണ്? 10. x2 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് 27.4 ആണ്. 27.4. അപ്പൊ എന്തായി? നമ്മുടെ ശരാശരി പ്രവേഗം is equal to x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 എന്ന് പറയുന്നത് എത്രയാണ്? 27.4 മൈനസ് 10 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 എത്ര? 7 മൈനസ് 5 2. എത്ര നമുക്ക് ഉത്തരം കിട്ടുന്നത്? 8.7 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ഉത്തരം കിട്ടി. മനസ്സിലായല്ലോ? അപ്പം ശരാശരി പ്രവേഗം കാണാൻ രണ്ട് സമയങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഗ്രാഫിൽ നിന്ന് ആ സമയത്തിന് അനുസൃതമായിട്ടുള്ള
പൊസിഷനുകൾ, സ്ഥാനം ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. x2 x1 അത് രണ്ടുമാണ് സ്ഥാനങ്ങൾ. അവരുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ സമയത്തിന്റെ വ്യത്യാസം, അല്ലെങ്കിൽ സ്ഥാനാന്തരം ബൈ സമയ ഇടവേള. നമുക്ക് എന്ത് കിട്ടി? പ്രവേഗം കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ പ്രവേഗം എന്താണെന്നുള്ളൊരു ഐഡിയ ആയി. ഇനി ഇത് ജാമീതീയമായി ചിത്രം 3.4 കാണിച്ചിരിക്കുന്നു. ഇതുപോലെ ആദ്യത്തെ സ്ഥാനം P1നെ അവസാനത്തെ സ്ഥാനം P2വുമായി ബന്ധിപ്പിക്കുന്ന P1 P2 എന്ന നേർവരയുടെ ചരിവാണ്. അപ്പൊ നമ്മൾ ഗ്രാഫിൽ കൂടെ ഇത് കണ്ടുപിടിച്ചു. x1 x2 പോയിന്റ്സ് എല്ലാം എടുത്തിട്ട് നമ്മൾ ഗ്രാഫിൽ കൂടെ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ രണ്ട് പോയിന്റ്സിന് ഇടയിലുള്ള ആ ഒരു പ്രവേഗം, ശരാശരി പ്രവേഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ രണ്ട് പോയിന്റ്സിന് ഇടയ്ക്ക് ഒരു ലൈൻ വരയ്ക്കുക. അല്ലെ, ഇപ്പൊ P1 P2യുടെ ഒരു ഡോട്ടഡ് ലൈൻ നിങ്ങൾക്ക് കാണാം. ആ ഡോട്ടഡ് ലൈനിന്റെ ചെരുവാണെന്ന് പറയുന്നത് അവിടുത്തെ ആ ഗ്രാഫിന്റെ പ്രവേഗം എന്ന് പറയുന്നത്. ഈ ചെരുവെന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? സ്ലോപ്പ് എന്ന് നമ്മൾ പറയും അല്ലെ, നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ്, ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ്, അതിനെയാണ് നമ്മൾ സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഗ്രാഫിൽ നിന്നും ഈ P1 P2 എന്ന് പറയുന്ന ഒരു ലൈൻ, നേർവര എടുക്കാം. ആ നേർവരയുടെ ചരിവ് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? ഇതുപോലെ പ്രവേഗം, ശരാശരി പ്രവേഗമാണ്. ക്ലിയർ ആയല്ലോ? ഇനി സ്ഥാനാന്തരത്തിന്റെ ചിഹ്നം അനുസരിച്ച് ശരാശരി പ്രവേഗം പോസിറ്റീവോ നെഗറ്റീവോ ആകാം. സ്ഥാനാന്തരം 0 ആയാൽ ശരാശരി പ്രവേഗവും 0 ആയിരിക്കും. ഇനി ചിത്രം 3.5 എയിൽ കാണിച്ചിരിക്കുന്നത് ഒരു വസ്തു പോസിറ്റീവ് പ്രവേഗത്തിൽ സഞ്ചരിക്കുമ്പോഴും നെഗറ്റീവ് പ്രവേഗത്തിൽ സഞ്ചരിക്കുമ്പോഴും സ്ഥിരാവസ്ഥയിലായിരിക്കുമ്പോഴുമുള്ള ഗ്രാഫുകളാണ്. അപ്പൊ എന്താ പറയുന്നത്? സ്ഥാനാന്തരം, അതായത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അതുപോലെ ഡിസ്പ്ലേസ്മെന്റിന് 0 ആകാം, അറിയാലോ. അതേപോലെ തന്നെ ശരാശരി പ്രവേഗവും എന്താണ്? പ്രവേഗത്തിനും പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അതുപോലെ തന്നെ 0 ആകാം. അതാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഒരു പ്രവേഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശരാശരി പ്രവേഗം എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് ഇത് എങ്ങനെയായിരിക്കും? അതായത് ഈ ഗ്രാഫിന്റെ ചരിവെന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലെ. ഗ്രാഫിന്റെ ചരിവും പോസിറ്റീവ് ആണ്. ആ ഒരു പ്രവേഗത്തിന്റെ, ശരാശരി പ്രവേഗത്തിന്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ്. രണ്ടാമത് നോക്കിക്കേ, ഇവിടെ നെഗറ്റീവ് പ്രവേഗമാണുള്ളത് അല്ലെ. നെഗറ്റീവ് പ്രവേഗം എന്ന് പറയുന്നത് താഴോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് സ്ലോപ്പ് നെഗറ്റീവ് ആണെന്ന് പറയുന്നത്. ഈ സ്ട്രേറ്റ് ലൈനിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. അതായത് നേർരേഖയുടെ അല്ലെങ്കിൽ ഗ്രാഫിന്റെ ചരിവെന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അടുത്ത് നോക്കിക്കേ, ഗ്രാഫ് സമാന്തരമാണ് അല്ലെ, സമയത്തിന്റെ അക്ഷവുമായിട്ട് സമാന്തരമായിട്ടുള്ള ഒരു ഗ്രാഫ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? നിശ്ചലമായിട്ടിരിക്കുന്ന അവസ്ഥയാണെന്നല്ലേ പറയുന്നത്. അതായത് റെസ്റ്റിലായിരിക്കും നമ്മുടെ വസ്തു എന്ന് പറയുന്നത്. അതൊക്കെ അല്ലേ നിങ്ങൾക്ക്? അതായത് 0 ഇവിടുത്തെ പ്രവേഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ പ്രവേഗം നെഗറ്റീവ്, ഇവിടെ പ്രവേഗം പോസിറ്റീവ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി മുകളിൽ നിർവചിച്ചിരിക്കുന്ന ശരാശരി പ്രവേഗത്തിൽ വസ്തുവിന്റെ സ്ഥാനാന്തരം മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ. സ്ഥാനാന്തരത്തിന്റെ പരിമാണം ശരിയായ പാദദൈർഘ്യത്തിൽ നിന്ന് വ്യത്യാസപ്പെടാം എന്ന് നാം നേരത്തെ കണ്ടിരുന്നല്ലോ. ശരിയായ പാതയിലൂടെയുള്ള ചലന നിരക്ക് വിവരിക്കാനായി നമുക്ക് മറ്റൊരു അളവായ ശരാശരി വേഗം പരിചയപ്പെടാം. അതായത് എന്താണ്? നമ്മൾ ശരാശരി വേഗത്തിലോട്ട് പോവാണ്. നമ്മൾ ശരാശരി പ്രവേഗമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ശരിയായ പാതയിലൂടെയുള്ള ചലന നിരക്ക്, അതായത് എന്താണ്? ദൂരം നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലെ. പാദദൈർഘ്യത്തിന്റെ നിരക്കാണെന്ന് പറയുന്നത് വേഗത എന്ന് പറയുന്നത്. അപ്പം ശരാശരി വേഗത കാണാം. ശരാശരി വേഗത നോക്കിക്കേ, ശരാശരി വേഗത്തെ ആകെ സഞ്ചരിച്ച പാദദൈർഘ്യത്തിനെ ചലനം സംഭവിച്ചിരിക്കുന്നതിനിടയിൽ എടുത്ത ആകെ സമയം കൊണ്ട് ഹരിക്കുന്നതായി നിർവചിക്കാം. അതായത് ശരാശരി വേഗത ഈസ് ഈക്വൽ ടു ആകെ പാദദൈർഘ്യം ഡിവൈഡഡ് ബൈ ആകെ സമയപരിധി. ഓക്കെ, ഇത് ഡിവൈഡഡ് ബൈ ആണ്. അപ്പൊ പാദദൈർഘ്യം ഡിവൈഡഡ് ബൈ സമയപരിധി. അപ്പൊ എന്താ? ശരാശരി വേഗത ഈസ് ഈക്വൽ ടു ആകെ പാദദൈർഘ്യം ബൈ ആകെ സമയപരിധി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെ. അപ്പൊ ശരാശരി വേഗത്തിന്റെ യൂണിറ്റ് എന്താണ്? ശരാശരി പ്രവേഗത്തിന്റെ അതേ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് തന്നെ. ഇനി ശരാശരി വേഗം നമുക്ക് വസ്തു സഞ്ചരിക്കുന്ന ചലന ദിശയെക്കുറിച്ച് ഒരു അറിവും നൽകുന്നില്ല. എന്തുകൊണ്ടാണ്? അതെന്താ? അപ്പം എന്തളവാണെന്ന് നമുക്ക് പറയാം? അദിശ അളവാണ് അല്ലെ. അതായത് ഇത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ്. ശരാശരി പ്രവേഗം പോസിറ്റീവോ നെഗറ്റീവോ ആകാം. ഇനി വസ്തുവിന്റെ ചലനം ഒരു നേർവരയിലോ ഒരു ദിശയിലോ ആയാൽ സ്ഥാനാന്തരം ആകെ പാദദൈർഘ്യത്തിന് തുല്യമാകും. ആ അവസ്ഥയിൽ ശരാശരി പ്രവേഗത്തിന്റെ പരിമാണം ശരാശരി വേഗത്തിന്റെ പരിമാണത്തിന് തുല്യമായിരിക്കും. ഇത് എല്ലായ്പ്പോഴും സാധിക്കുന്നതല്ല എന്ന് താഴെ പറയുന്ന ഉദാഹരണത്തിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം. നമ്മുടെ സ്ഥാനാന്തരം അല്ലെ, നമ്മുടെ സ്ഥാനാന്തരത്തിന് എന്താണ്? പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അതുപോലെ തന്നെ 0 ആകാം അല്ലെ. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. അതുപോലെ നമ്മുടെ ദൂരം അല്ലെങ്കിൽ പാദദൈർഘ്യം എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ചലനാവസ്ഥയിൽ അല്ലെങ്കിൽ 0 എന്ന് നമുക്ക് പറയാം. ചലനാവസ്ഥയിലാണെങ്കിൽ എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ വേഗത എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ അതുപോലെ ശരാശരി വേഗതയും പോസിറ്റീവ് ആയിരിക്കും. പ്രവേഗം എന്ന് പറയുന്നതോ, പ്രവേഗത്തിന് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അതുപോലെ തന്നെ 0 ആകാം. ശരാശരി പ്രവേഗത്തിനും പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം,
പൂജ്യമാകാം. ഇനി ഒന്നുകൂടെ പറയാം, സ്ഥാനാന്തരവും പ്രവേഗവും എന്താണ്, സദിശ അളവുകളാണ്. ഓക്കെ, സദിശ അളവുകളാണ്. അതേസമയത്ത് ദൂരവും വേഗതയും അദിശ അളവുകളാണ്. ഇത്ര മനസ്സിലായോ? നിങ്ങൾക്ക് ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കാനായിട്ട്, അതായത് ഈ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട്, അതായത് ഇത് എപ്പോഴും ഒന്നായിരിക്കണമെന്നില്ല. ഇപ്പൊ നേർരേഖയിലൂടെയുള്ള ചലനമാണെങ്കിൽ എന്താണ്, വേഗതയുടെയും അതുപോലെ തന്നെ പ്രവേഗത്തിന്റെയും പരിമാണം എന്തായിരിക്കും, തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇത് എല്ലായ്പ്പോഴും തുല്യമാണെന്നില്ല. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ 3.1 കാണാൻ പോകുന്നത്. ഓക്കെ, 3.1 കാണാം. ഒരു കാറ് OP എന്ന ഒരു നേർവരയിലൂടെ സഞ്ചരിക്കുന്നതാണ് ചിത്രം 3.1 കാണിച്ചിരിക്കുന്നത്. അത് Oയിൽ നിന്നും P വരെ 18 സെക്കൻഡിലും തിരിച്ച് Pയിൽ നിന്ന് Q വരെ 6 സെക്കൻഡിലും സഞ്ചരിക്കുന്നു എങ്കിൽ A Oയിൽ നിന്ന് P വരെയും B Oയിൽ നിന്ന് P വരെയും തിരിച്ച് Q വരെയും സഞ്ചരിക്കുമ്പോഴുള്ള ശരാശരി പ്രവേഗവും ശരാശരി വേഗവും എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇത് നമ്മൾ 3.1 എന്ന് പറയുന്ന ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ പഠിച്ചതാണ് അല്ലേ? ഏതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ 3.1 എടുക്കാം. ഇത് അല്ലേ, ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ട 3.1 എന്ന് പറയുന്ന ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. Oയിൽ നിന്ന് Pയിലോട്ട് പോയി, Pയിൽ നിന്ന് Qയിലോട്ട് പോയി അല്ലേ? അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? അപ്പൊ ഞാൻ ചോദ്യം ഒന്ന് പറയാം. അതായത് ആദ്യം Oയിൽ നിന്ന് P വരെയും, B പറഞ്ഞിരിക്കുന്നത് Oയിൽ നിന്ന് P വരെയും Pയിൽ നിന്ന് Q വരെയും സഞ്ചരിക്കുമ്പോഴുള്ള ശരാശരി വേഗവും അതുപോലെ പ്രവേഗവും കണക്കാക്കാനാണ് ചോദ്യം. അപ്പൊ ആദ്യം നമുക്ക് ശരാശരി ഓരോന്നിന്റെ ശരാശരി പ്രവേഗവും വേഗവും കണക്കാക്കാലോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ആദ്യം ഞാൻ A ആണ് എടുക്കുന്നത്. Aയിൽ എന്താണ്, Oയിൽ നിന്ന് P വരെ സഞ്ചരിച്ചു. Oയിൽ നിന്ന് P വരെ സഞ്ചരിക്കുമ്പോഴുള്ള ശരാശരി വേഗത എത്രയാണ്? ശരാശരി വേഗത എന്താണ്, ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല, ഞാൻ പറയാം. വേഗത എന്ന് പറയുന്നത് പാദദൈർഘ്യം ബൈ സമയദൈർഘ്യം, അല്ലെങ്കിൽ ആകെയുള്ള പാദദൈർഘ്യം ഡിവൈഡഡ് ബൈ ആകെയുള്ള സമയപരിധി. അതാണ് സമവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ആകെയുള്ള പാദദൈർഘ്യം എത്രയാണ്? Oയിൽ നിന്ന് P വരെ ട്രാവൽ ചെയ്താൽ 360 മീറ്റർ ആണ് ട്രാവൽ ചെയ്തേക്കുന്നത് അല്ലെ? Oയിൽ നിന്ന് P വരെ 360. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞാണ്, Oയിൽ നിന്ന് P വരെ. ഓക്കെ, P ആയിട്ട് കൺസിഡർ ചെയ്യാം പ്ലീസ്. ഓക്കെ, അപ്പൊ 360 മീറ്റർ. ഇനി ഇതിനടുത്ത സമയം എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സമയം എന്ന് പറയുന്നത് 18 സെക്കൻഡ് ആണ് അല്ലെ? ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് 18 സെക്കൻഡ് ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്ക് എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കിട്ടി. Oയിൽ നിന്ന് P വരെയുള്ള ശരാശരി വേഗത. ഇനി അടുത്ത എന്താണ്? നമുക്ക് ശരാശരി പ്രവേഗം. ശരാശരി പ്രവേഗം കണക്കാക്കാലോ. Oയിൽ നിന്ന് P വരെയുള്ള ശരാശരി സ്ഥാനാന്തരം എത്രയാണ്? അതും 360 തന്നെയാണ്. അപ്പൊ നമുക്ക് സമയം തുല്യമായതുകൊണ്ട് തന്നെ തുല്യമായിട്ടുള്ള ഒരു വേഗതയും ശരാശരി വേഗതയും ശരാശരി പ്രവേഗവും നമുക്ക് കിട്ടി. ഇനി അടുത്ത കേസ് നോക്കാം. B എന്ന് പറയുന്ന കേസിൽ എന്താ പറയുന്നത്? Oയിൽ നിന്ന് P വരെ പോയി, Pയിൽ നിന്ന് Q വരെ പോയി. അപ്പം ഈ ഒരു കേസിൽ ശരാശരി വേഗത എത്രയാന്ന് നോക്കാം. എത്രയാണ് ശരാശരി വേഗത എന്ന് പറയുന്നത്? Oയിൽ നിന്ന് P വരെ പോയി അല്ലെ? Oയിൽ നിന്ന് P വരെ പോയി, Pയിൽ നിന്ന് Q വരെ പോയി. അപ്പൊ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? ആദ്യം 360 Oയിൽ നിന്ന് P വരെ പോകാൻ, പിന്നെ Pയിൽ നിന്ന് Q വരെ പോകാൻ 120 കൂടെ ട്രാവൽ ചെയ്തു. ഇതെല്ലാം ട്രാവൽ ചെയ്ത് എത്ര സെക്കൻഡിലാണ്? 24 സെക്കൻഡ്. കാരണം ആദ്യം Oയിൽ നിന്ന് P വരെ 18 സെക്കൻഡിലും Pയിൽ നിന്ന് Q വരെ 8 സെക്കൻഡിലുമാണ് ട്രാവൽ ചെയ്തത്. അപ്പൊ 18ഉം 6ഉം 24. അങ്ങനെ ഇത് എത്രയായി? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി ശരാശരി വേഗത. ഓക്കെ അല്ലേ? ഇനി ശരാശരി പ്രവേഗം ഞാൻ ഇവിടെ തന്നെ എഴുതുവാണ്. ശരാശരി പ്രവേഗം അത് നിങ്ങൾക്ക് അറിയാലോ. ശരാശരി പ്രവേഗം എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ഡിവൈഡഡ് ബൈ സമയദൈർഘ്യം. സ്ഥാനാന്തരം എത്രയാണ്? ഇവിടെ സ്ഥാനാന്തരം മാറി. Oയിൽ നിന്ന് Q വരെയാണ് അല്ലെ? ആദ്യ സ്ഥാനം എന്ന് പറയുന്നത് Oയും അന്ത്യസ്ഥാനം എന്ന് പറയുന്നത് Q ആണ്. അതായത് ഇനിഷ്യൽ പോയിന്റ് Oയും ഫൈനൽ പോയിന്റ് Q ആണ്. അപ്പൊ ഇവര് തമ്മിലുള്ള സ്ഥാനാന്തരം എത്രയാണ്? 240 ആയി. ഓക്കെ അല്ലേ? പക്ഷെ സമയം എത്രയാണ്? സമയം 18ഉം 6ഉം 24 തന്നെ. അപ്പൊ ഇവിടുത്തെ പ്രവേഗം എത്രയായി? 10 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ എന്തായി? പ്രവേഗവും വേഗതയും എന്താണ്? രണ്ടും തുല്യമല്ല. പക്ഷെ ആദ്യത്തെ A പാർട്ടിൽ എന്താണ്? ശരാശരി വേഗതയും ശരാശരി പ്രവേഗവും എന്തായി? തുല്യമായി. ഇനി അതിനെ കുറിച്ച് എന്താണ് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം.
അതായത് ഈ സന്ദർഭത്തിൽ ശരാശരി വേഗം ശരാശരി പ്രവേഗത്തിന്റെ പരിമാണത്തിന് തുല്യമല്ല. ഇതിന് കാരണം ഇവിടുത്തെ ചലന പ്രക്രിയയിൽ ദിശയ്ക്ക് മാറ്റം സംഭവിക്കുന്നതിനാൽ പാതദൈർഘ്യം സ്ഥാനാന്തരത്തിന്റെ പരിമാണത്തേക്കാൾ കൂടുതലായതാണ്. ഇനി പൊതുവായി ഇതൊന്ന് മാർക്ക് ചെയ്തോണം. പൊതുവായി വേഗം എന്നത് പ്രവേഗത്തിന്റെ പരിമാണത്തേക്കാൾ കൂടുതലാണെന്ന് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് വേഗം എന്ന് പറയുന്നത് പ്രവേഗത്തെക്കാൾ എന്താണ് കൂടുതലായിരിക്കും, പ്രവേഗത്തിന്റെ പരിമാണത്തെക്കാൾ. പരിമാണം എന്താന്ന് ഇനി സംശയം വേണ്ട, മാഗ്നിറ്റ്യൂഡ്. അതായത് നമ്മളിപ്പം 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതിയാൽ ആ 20 എന്ന് പറയുന്ന ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് നമ്മൾ ഈ പരിമാണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പരിമാണത്തെക്കാൾ കൂടുതലാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇനി ഉദാഹരണം 3.1 കാർ ഒയിൽ നിന്നും പി വരെയും തിരിച്ച് ഒ വരെയും ഒരേ സമയദൈർഘ്യത്തിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗം 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ ശരാശരി പ്രവേഗം 0 ആയിരിക്കും. അതായത് ഒയിൽ നിന്ന് പി വരെ പോയി തിരിച്ച് ഒയിൽ തന്നെ വരുവാണെങ്കിൽ ശരാശരി പ്രവേഗം എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം സ്ഥാനാന്തരം 0 ആയി, അതുകൊണ്ട് പ്രവേഗം എന്തായി? 0 ആയി. മനസ്സിലായോ? പക്ഷെ ശരാശരി ആയിട്ടുള്ള വേഗത എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത്, അപ്പം ഞാൻ ഈ ഒരു ക്ലാസ്സിന്റെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഈ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങളൊന്ന് നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ട്, ചെറിയൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഉത്തരം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. ദെൻ അടുത്ത നോക്കിക്കേ, തൽക്ഷണ പ്രവേഗവും വേഗവും. നോക്കിക്കേ, ശരാശരി പ്രവേഗം സൂചിപ്പിക്കുന്നത് ഒരു വസ്തു ഒരു പ്രത്യേക ഇടവേളയിൽ എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നതാണ്. പക്ഷേ ആ ഇടവേളയിലെ വ്യത്യസ്ത ക്ഷണങ്ങളിൽ അത് എത്ര വേഗത്തിൽ സഞ്ചരിക്കും എന്നതിനെ പറ്റി ഒന്നും തന്നെ ഈ പദം സൂചിപ്പിക്കുന്നില്ല. അതിനായി നമുക്ക് തൽക്ഷണ പ്രവേഗം അല്ലെങ്കിൽ ഡെൽറ്റ ടി എന്ന ക്ഷണത്തിലുള്ള ഒരു പ്രവേഗം നിർവചിക്കാം. അതായത് നമുക്ക് എന്താണ്, നമുക്കൊരു ഇടവേളയിലുള്ള കാര്യം ആണ് നമ്മുടെ ശരാശരി പ്രവേഗത്തിലും ശരാശരി വേഗത്തിലും പറയുന്നത്. പക്ഷെ ഒരു ക്ഷണം, അതായത് ഒരു സ്പെസിഫിക് ടൈമിൽ, അല്ലെ, സ്പെസിഫിക് ടൈമിലുള്ള വെലോസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ടൈമിലുള്ള സ്പീഡ്, അതിനാണ് ഈ തൽക്ഷണ പ്രവേഗം അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അല്ലെങ്കിൽ തൽക്ഷണ വേഗം എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഡെൽറ്റ ടി എന്നാണ് ആ ഒരു ക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റേനിയസ് ടൈം എന്ന് പറയും. അതാണ് ഡെൽറ്റ ടി എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് അത് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇടവേള ഡെൽറ്റ ടി 0 അടുക്കുമ്പോൾ, അതായത് സമയ ഇടവേള വളരെ വളരെ ചെറുതായിരിക്കുമ്പോൾ വസ്തുവിന്റെ ശരാശരി പ്രവേഗത്തെ തൽക്ഷണ പ്രവേഗം എന്ന് നിർവചിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, അപ്പൊ നോക്കിക്കേ, വളരെ വളരെ ചെറുതാണ് എന്താണ് ഈ ഒരു സമയ ഇടവേള. അപ്പൊ ഡെൽറ്റ ടി ടെൻസ് ടു 0, അതാണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ദാറ്റ് ഈസ് എക്സ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. അപ്പൊ ഈ ഒരു ലിമിറ്റ് മാത്തമാറ്റിക് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഡി എക്സ് ബൈ ഡി ടി ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ സമവാക്യം എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഡെൽറ്റ ടി എന്ന് പറയുന്ന സമയ ഇടവേളയുടെ വാല്യൂ എന്താണ്? വളരെ വളരെ ചെറുതാണ്, അല്ലെങ്കിൽ അത് 0യോട് അടുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഈ ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞ ചിഹ്നം സൂചിപ്പിക്കുന്നത് അതിന്റെ വലതുവശത്തുള്ള അളവിനെ സമയ ഇടവേള 0നോട് അടുപ്പിക്കുന്ന പ്രക്രിയയാണ്. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ, ഗണിത ഭാഷയിൽ സമവാക്യം 3.3a വലതുഭാഗത്തുള്ള അളവ് ടിക്ക് അനുസരിച്ചുള്ള എക്സിന്റെ അവകലന ഗുണാങ്കമാണ്. അതാണ് ഡി എക്സ് ബൈ ഡി ടി ആണ് ഈ അവകലന ഗുണാങ്കം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ എന്നൊക്കെ പറയുന്നത്. ഡി എക്സ് ബൈ ഡി ടി നിങ്ങൾ ഡിഫറൻഷിയേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ +2 അല്ലെ. അതിനെ ഡി എക്സ് ബൈ ഡി ടി എന്നാണ് സൂചിപ്പിക്കുന്നത്. സോ ഇത് ആ ക്ഷണത്തിലെ സമയത്തിനനുസരിച്ചുള്ള സ്ഥാനമാറ്റത്തിന്റെ നിരക്കാണ്. അതായത് നമുക്ക് ഒന്നുമില്ല, ഒരു ക്ഷണത്തിൽ, അതായത് ഇപ്പം 5 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ ഒരു വസ്തു ചലിക്കുകയാണെങ്കിൽ ആ അതിൽ ഒരു പർട്ടിക്കുലർ ടൈം എടുത്താൽ, ആ ടൈം ഇന്റർവെല്ലിൽ ഒരു പർട്ടിക്കുലർ ടൈം എടുത്താൽ അതിന്റെ വെലോസിറ്റി എന്താണ് അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് എന്താണ് എന്ന് പറയുന്നതിനാണ് ഈ തൽക്ഷണ പ്രവേഗം, തൽക്ഷണ വേഗം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി പ്രവേഗത്തിന്റെ ഒരു പ്രത്യേക ക്ഷണത്തിലുള്ള വില ഗ്രാഫുകൾ ഉപയോഗിച്ച് സംഖ്യാപരമായോ നിർണ്ണയിക്കാൻ സമവാക്യം 3.3a ഉപയോഗിക്കാം. അല്ലെ, അപ്പൊ ഈ തൽക്ഷണ പ്രവേഗം എന്താണ്? ഗ്രാഫ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ആ ഒരു ഗ്രാഫ് തന്നെ എടുക്കുക. അതിലെന്താ നോക്കിക്കേ, നമ്മൾ ഇവിടെ ഒരു 3, 5 എന്ന് പറയുന്ന രണ്ട് ടൈം ആദ്യം കൺസിഡർ ചെയ്തു. എന്നിട്ട് അവർക്കിടയിൽ P1 P2 എന്ന് പറഞ്ഞ പോയിന്റ് വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു അല്ലെ, P1 P2 എന്ന് പറഞ്ഞൊരു ലൈൻ വരച്ചു. അപ്പൊ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എത്രയായി? 2 സെക്കൻഡ്സ് ആയി അല്ലെ. അതുപോലെ നമ്മൾ ഡെൽറ്റ 1 കണ്ടുപിടിച്ചു. അപ്പൊ ഡെൽറ്റ ടി 2 ആകുന്ന സമയത്ത് നമ്മൾ ആ ലിമിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഡെൽറ്റ ടി 1 ആകുന്ന സമയത്ത് ലിമിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. സോ അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ ഇവിടെ കണ്ടോ, 2, 1, 0.5, 0.1, 0.01. അപ്പൊ ഇങ്ങനെ പല പല സമയത്ത് നമ്മൾ ഈ ഡെൽറ്റ ടി മാറ്റി
T1 T2 മാറ്റി. അപ്പം ഈ ഡെൽറ്റ ടി 2 ആകുന്ന സമയത്ത് ദേ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. T1 എന്ന് പറയുന്നത് 3യും T2 എന്ന് പറയുന്നത് 5ഉം. സോ അങ്ങനെ ഒരു ടേബിളിൽ ഈ ഡെൽറ്റ എക്സ് ലാസ്റ്റ് കണ്ടുപിടിച്ചു, ഡെൽറ്റ ടി കണ്ടുപിടിച്ചു, അതിൻ്റെ ഈ ഒരു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എല്ലാം കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ലിമിറ്റിംഗ് വാല്യൂ ഉള്ളൊരു ടേബിളാണ് തന്നിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ ഗ്രാഫിൽ നിന്നാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ഇവിടെ പറയുന്നത്, തൽക്ഷണ പ്രവേഗം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് മൊത്തമായിട്ട് ഇവിടെ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് വേണേൽ വായിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് അത്ര ആവശ്യമില്ല, കാരണം നമുക്ക് ഗ്രാഫിൽ നമ്മളിപ്പം ഇതിങ്ങനെ കുത്തിയെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇനി തൽക്ഷണ പ്രവേഗം കണ്ടുപിടിക്കാൻ ഗ്രാഫുകൾ ഉപയോഗിച്ചുള്ള രീതി, ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത് എല്ലായ്പ്പോഴും സൗകര്യപ്രദമല്ല. കാരണം ഇതിനായി ശ്രദ്ധയോടെ സ്ഥാനസമയ ഗ്രാഫ് വരയ്ക്കുകയും ഡെൽറ്റ ടി ചെറുതായി വരുമ്പോഴുള്ള ശരാശരി പ്രവേഗം കണ്ടുപിടിക്കുകയും വേണം. നമുക്ക് വ്യത്യസ്ത ക്ഷണങ്ങളിലുള്ള സ്ഥാനങ്ങളുടെ വിവരങ്ങളോ അല്ലെങ്കിൽ സമയത്തിനനുസരിച്ചുള്ള സ്ഥാനത്തിന്റെ കൃത്യമായ സമവാക്യമോ ഉണ്ടെങ്കിൽ ആ ക്ഷണങ്ങളിലെ പ്രവേഗം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നാം പട്ടിക 3.1 ചെയ്തതുപോലെ ഡെൽറ്റ ടിയുടെ വില കുറച്ചുകൊണ്ടുവരുമ്പോൾ ലഭിക്കുന്ന അടിസ്ഥാന വിവരങ്ങളിൽ നിന്നും ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി നിർണ്ണയിക്കുന്നതാണ്. അല്ലെങ്കിൽ അവകലന ഗണിത പ്രകാരമുള്ള സമവാക്യം ഉപയോഗിക്കുകയും താഴെ ഉദാഹരണത്തിൽ ചെയ്തതുപോലെ പല ക്ഷണങ്ങളിലുള്ള ഡി എക്സ് ബൈ ഡി ടി കണക്ക് കൂട്ടുകയും ചെയ്യാം. അപ്പോൾ താഴെ എന്താണ് ഒരു ഉദാഹരണമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡി എക്സ് ബൈ ഡി ടി വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് വെലോസിറ്റി അല്ലെങ്കിൽ ശരാശരി പ്രവേഗം കണ്ടുപിടിക്കുന്നതെന്നാണ് ഈ ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിളിലെ ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് വേണ്ടി നമുക്ക് ഉത്തരം ചെയ്യാം. എന്താണ്, എക്സ് എന്ന അക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാനം എന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി സ്ക്വയർ ആണ്. അവിടെ എ ഇസ് ഈക്വൽ ടു 8.5 മീറ്റർ, ബി ഇസ് ഈക്വൽ ടു 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നിങ്ങനെയും ടിയുടെ അളവ് സെക്കൻഡിലും ആകുന്നു. ആ വസ്തുവിന് ടി ഇസ് ഈക്വൽ ടു 0 സെക്കൻഡ്സ്, ടി ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ്സ് എന്നീ സമയങ്ങളിൽ എത്ര പ്രവേഗം ഉണ്ടാവും? ടി ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ്സ്, ടി ഇസ് ഈക്വൽ ടു 4 സെക്കൻഡ്സ് എന്നീ സമയങ്ങൾക്കിടയിലുള്ള ശരാശരി പ്രവേഗം എത്ര? ഇതാണ് ചോദ്യം അല്ലെ. അപ്പൊ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഇതിന്റെ സ്ഥാനം ഒരു സമവാക്യത്തിന്റെ രൂപത്തിലാണ് തന്നിട്ടുള്ളത്. നോക്കിക്കേ, എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി സ്ക്വയർ, അത് നിങ്ങൾ ഓർത്തോണം. അതുപോലെ തന്നെ എക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ തന്നിട്ടുണ്ട് 8.5, ബിക്ക് 2.5 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂ തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, ആ വസ്തുവിന് ടി ഇസ് ഈക്വൽ ടു 0 സെക്കൻഡ്സിലും ടി ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ്സ് എന്നീ സമയങ്ങളിലുള്ള പ്രവേഗം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ടൈം 0 ആകുമ്പോഴും ടൈം 2 ആകുമ്പോഴുള്ള പ്രവേഗം കണ്ടുപിടിക്കണം. അതൊന്നാമത്തെ കാര്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. രണ്ടാമത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, എന്താണ്, ടി ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ്സിനും ടി ഇസ് ഈക്വൽ ടു 4 സെക്കൻഡ്സ് എന്നീ സമയങ്ങൾക്കിടയിലുള്ള ശരാശരി പ്രവേഗവും കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ, അപ്പൊ ശരാശരി പ്രവേഗവും കണ്ടുപിടിക്കണം, ഓരോ രണ്ട് സമയത്തിലുള്ള 0യിലും 2യിലും ഉള്ള പ്രവേഗവും കണ്ടുപിടിക്കണം. ഓക്കെ, അത് കണ്ടുപിടിച്ചാലോ? അപ്പം ഞാനിത് എടുക്കാം. അപ്പൊ എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, എന്തായിരുന്നു, എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി സ്ക്വയർ അല്ലെ, ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അതുപോലെ എയുടെയും ബിയുടെയും വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. എയുടെ വാല്യൂ എന്ന് പറയുന്നത് 8.5 മീറ്റർ, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത്രയും കിടക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമ്മളോട് ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്സ്, ആദ്യം 0 സെക്കൻഡ്സും അതുപോലെ ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്സും ഉള്ള എന്താണ് പ്രവേഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവേഗം, ഇത്രയാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഉത്തരം ചെയ്യാമല്ലോ. അപ്പൊ എക്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വി എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം. വി ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. പ്രവേഗം എന്ന് പറയുന്ന ഡി എക്സ് ബൈ ഡി ടി അല്ലേ, നമ്മളിപ്പോൾ ചെയ്ത് നിർത്തിയതേ ഉള്ളൂ. അപ്പൊ ഡി എക്സ് ബൈ ഡി ടി എങ്ങനെ ചെയ്യാം, ഡിഫറൻഷിയേഷൻ ചെയ്യാൻ അറിയാമോ? എങ്ങനെയാണ്, ഡി ബൈ ഡി ടി ഓഫ് എക്സിന് വരെ എന്തെഴുതാം, എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി സ്ക്വയർ ആണ്. അപ്പൊ അതിവിടെ എഴുതാലോ, എ പ്ലസ് ബി ടി സ്ക്വയർ. എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ഓരോ ടേമിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി, 0 കിട്ടി, കാരണം എ ഒരു കോൺസ്റ്റന്റാ. അടുത്ത ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ബി ടി സ്ക്വയറിനെ. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പൊ ബി ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ബിയെ നമ്മളിവിടെ എടുത്ത് നിർത്തി, ഇൻറ്റു ടി സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ എത്ര കിട്ടി, 2t എന്ന് കിട്ടി. എങ്ങനെയാ ഡിഫറൻഷിയേഷൻ ചെയ്യാൻ, ഇവിടെ എഴുതാം, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്, n ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചോ. ഇതാണ് ഡിഫറൻഷിയേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2bt എന്ന് പറഞ്ഞ് നമുക്ക് ഇക്വേഷൻ കിട്ടി. 2bt മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഇവിടെ തന്നെ നമുക്ക് ബിയുടെ വാല്യൂ അറിയാമല്ലോ. ബിയുടെ വാല്യൂ 2.5 എന്ന് എഴുതിയേക്കുന്ന കണ്ടില്ലേ. അപ്പോൾ 2.5 ഇൻറ്റു 2 ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ എത്രയാണ്, 5t മീറ്റർ പെർ സെക്കൻഡ്.
ഓക്കെ അല്ലേ? 5t മീറ്റർ പെർ സെക്കൻഡ്. ഇനി അവിടെ തീർന്നില്ല. 5t മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാണ് വെലോസിറ്റി കിട്ടിയേക്കുന്നത്. എന്താ നമ്മളോട് പറഞ്ഞത്? 0 സെക്കൻഡിലും 2 സെക്കൻഡിലും ഉള്ള പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കുക. അപ്പം അറ്റ് t is equal to 0 seconds, velocity is equal to 5 into 0 is equal to 0 meter per second. അല്ലേ? ടിക്ക് 0 കൊടുത്താൽ പോരെ? അടുത്ത എന്താണ്? t is equal to 2 second, velocity is equal to 5 into 2, ടിക്ക് വരും 2 കൊടുക്കുക, that is 10 meter per second. അപ്പോൾ എന്ത് കിട്ടി? വെലോസിറ്റി 10 meter per second എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? t is equal to 2 സെക്കൻഡിനും t is equal to 4 സെക്കൻഡിനും ഇടയിലുള്ള ശരാശരി പ്രവേഗം കണ്ടുപിടിക്കണം. അപ്പൊ എന്താ വേണ്ടത്? ശരാശരി പ്രവേഗം. ശരാശരി പ്രവേഗത്തിന്റെ സമവാക്യം അറിയാലോ. എന്തായിരുന്നു ശരാശരി പ്രവേഗത്തിന്റെ സമവാക്യം? സ്ഥാനാന്തരം ഡിവൈഡഡ് ബൈ സമയം, അല്ലെ? സ്ഥാനാന്തരം ഡിവൈഡഡ് ബൈ സമയദൈർഘ്യം. അപ്പൊ സമയം നമുക്കുണ്ട്, അല്ലെ? നമുക്ക് ഇവിടെ ഇങ്ങനെ എടുക്കാം. t1 എന്ന് പറയുന്നത് 2 സെക്കൻഡ്സ്, t2 എന്ന് പറയുന്നത് 4 സെക്കൻഡ്സ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1. ഓർമ്മയുണ്ടല്ലോ? അപ്പൊ t1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെ, t1ന് അനുപാതമായിട്ടുള്ള പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? x1 ആണ്, അല്ലെ? അപ്പൊ ആ x1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? x1 is equal to, നമുക്ക് x എന്താണെന്ന് അറിയാം. എന്താ? x is equal to a plus bt square. അപ്പൊ x1 എന്ന് പറയുന്നത് എന്താണ്? a plus b ഇൻറ്റു ടിക്ക് പകരം 2 കൊടുക്കുക. കാരണം ടിക്ക് നമ്മൾ t 2 ആവുന്ന സമയത്ത് x ആ കണ്ടുപിടിക്കുന്നത്, അതാണ് x1. ഓക്കെ, അപ്പൊ എന്താണ്? 4b എന്ന് നമുക്ക് കിട്ടും, a plus 4b. അതുപോലെ തന്നെ x2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? a plus 16b. കാരണം എന്താ? 4ന്റെ സ്ക്വയർ ടൈം 4 ആണ്. സോ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 16. മനസ്സിലായല്ലോ? കാരണം a പ്ലസ് ബി ടി സ്ക്വയർ ആണ്. അതിൽ t 2 സെക്കൻഡ്സ് ആകുമ്പോൾ ഉള്ള എക്സിന്റെ വാല്യൂ, t 4 സെക്കൻഡ്സ് ആകുമ്പോൾ ഉള്ള എക്സിന്റെ വാല്യൂ നമ്മൾ എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ x1ഉം x2ഉം നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ x1 x2 കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ പോരെ? എന്താണ്? x2 മൈനസ് x1 ബൈ t2 മൈനസ് t1, ദാറ്റ് ഇസ് a പ്ലസ് 16b മൈനസ് ഓഫ് a പ്ലസ് 4b ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 2, അല്ലേ? അപ്പോൾ എത്രയായി? a പ്ലസ് 16b മൈനസ് a മൈനസ് 4b ബൈ 2, ഓർ ദാറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 12. എയും എയും ക്യാൻസൽ ആയി പോകും കേട്ടോ. 12b ബൈ 2, ഓർ ദാറ്റ് ഇസ് ഈക്വൽ ടു 6b. ഇനി ബിക്ക് ഒരു വാല്യൂ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. എത്രയാണ് ബിയുടെ വാല്യൂ? ഇത് ഇവിടെ കൊടുത്തു, 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലേ? 2.5. അപ്പോൾ 6 ഇൻറ്റു 2.5 ചെയ്യുക. അപ്പം 6 ഇൻറ്റു 2.5, ദാറ്റ് ഇസ് ഈക്വൽ ടു 15 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് നമ്മുടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു പ്രോബ്ലം ചെയ്യാവുന്നത്. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓർക്കുക. അതിനകത്ത് മെയിൻ കാര്യം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നതിനെയാണ് അവിടെ പ്രവേഗം എന്ന് പറയുന്നത്. അതായത് സ്ഥാനം തന്നിട്ടുണ്ടെങ്കിൽ സ്ഥാനത്തിനെ ഒന്ന് ഫസ്റ്റ് ഡിഫറൻഷ്യൽ എടുക്കുക എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതുകൂടെ പറഞ്ഞു നിർത്താം. അതായത് തൽക്ഷണ വേഗം അല്ലെങ്കിൽ വേഗം എന്നത് പ്രവേഗത്തിന്റെ പരിമാണമാണ്. ഉദാഹരണത്തിന് പ്രവേഗം പോസിറ്റീവ് 24 മീറ്റർ പെർ സെക്കൻഡ് ആയാലും മൈനസ് 24 മീറ്റർ പെർ സെക്കൻഡ് ആയാലും രണ്ട് അവസരത്തിലും വേഗം 24 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശരാശരി വേഗം ഒരു നിശ്ചയ സമയ ഇടവേളയിൽ ശരാശരി പ്രവേഗത്തിന്റെ പരിമാണത്തിന് തുല്യമോ കൂടുതലോ ആയിരുന്നാലും ഒരു ക്ഷണസമയത്തുള്ള തൽക്ഷണ വേഗം ആ സമയത്തെ പ്രവേഗത്തിന്റെ പരിമാണത്തിന് തുല്യമാണെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഒന്നുമില്ല, ഓക്കെ, എന്താ പറഞ്ഞത്? തൽക്ഷണ പ്രവേഗവും തൽക്ഷണ വേഗവും തുല്യമാണ്. അതുപോലെ തന്നെ ഒരു നിശ്ചിത സമയളവാണെങ്കിൽ ശരാശരി വേഗം എന്ന് പറയുന്നത് എന്താണ്? ശരാശരി പ്രവേഗത്തിന്റെ പരിമാണത്തിന് തുല്യമാകാം, അല്ലെങ്കിൽ എന്താണ്, ചിലപ്പം കൂടുതലും ആയിരിക്കും, അല്ലെ? വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ചെറുതായിരിക്കും, അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് വെലോസിറ്റിയേക്കാൾ ഈക്വലോ അല്ലെങ്കിൽ ഗ്രേറ്ററോ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തത് ആക്സലറേഷൻ്റെ ഒരു കാര്യം കൂടെയാണുള്ളത്, അതുകൂടെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഒരു അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തരുമെന്ന് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ചലനം എന്ന് പറയുന്ന ചാപ്റ്ററാണ്, ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക.
അതായത് ഇവിടെ നോക്കിക്കേ, എ എന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ യാത്ര തിരിച്ച് ബി വഴി സി വരെ എത്തിയതുമായി ബന്ധപ്പെട്ട് നൽകിയ രണ്ട് ചിത്രങ്ങൾ നിരീക്ഷിക്കുക. എയിൽ നിന്ന് ബി വഴി സി എത്തുമ്പോൾ ചിത്രം 9.5 എ അനുസരിച്ച് സഞ്ചരിച്ച ആകെ ദൂരം എത്ര, സ്ഥാനാന്തരം എത്ര. അപ്പൊ നിങ്ങൾക്ക് ഒന്നാമത്തെ ചോദ്യമായിട്ട് എന്താണ് ഇതിന്റെ സ്ഥാനാന്തരം അല്ലെ, എ എന്ന് പറയുന്നത് ഈ ഒരു ചിത്രമാണ്, അതിന്റെ സ്ഥാനാന്തരവും ദൂരം കണ്ടുപിടിക്കാം. ബി എന്ന് പറയുന്നത് ഇവിടെ സ്ഥാനാന്തരവും ദൂരം കണ്ടുപിടിക്കാം. അത് ചെയ്യാമല്ലോ. ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഓക്കെ, അടുത്തത് ഇതേപോലെ തന്നെ വേഗവും പ്രവേഗവും കണ്ടുപിടിക്കുക. ഇവിടെ എന്താണ്, ഇതുപോലെ തന്നെ ഒരു വസ്തു എയിൽ നിന്ന് ബി വഴി സിയിലെത്തിയാണ് അല്ലെ. അപ്പൊ അതിന്റെ പാതകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ടൈമും കൊടുത്തിട്ടുണ്ട്, 6 സെക്കൻഡ്സ്, ഇവിടെ 4 സെക്കൻഡ്സ്. അപ്പൊ എന്താണ്, ഈ വസ്തുവിന്റെ വേഗവും പ്രവേഗവും കണക്കാക്കുക. അപ്പൊ അതും കൂടെ രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യത്തിന് വേഗവും പ്രവേഗവും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ വേറൊരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്, നോട്ടിക്കൽ മൈൽ. ഈ നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടെ നോക്കാം. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് നോട്ടിക്കൽ മൈലാണ്. ഒരു നോട്ടിക്കൽ മൈൽ എന്നത് 1.852 കിലോമീറ്റർ ആണ്. കപ്പലുകളും വിമാനങ്ങളും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് നോട്ട്. ഒരു നോട്ട് എന്നത് മണിക്കൂറിൽ 1 നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ്. ഓക്കെ, അപ്പൊ ഈ 1.852 എന്ന് പറയുന്നത് ഏതൊക്കെയോ പഴയ PSCയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. HSI അല്ല, വേറെ ഏതോ ജനറൽ PSCയിലൊക്കെ കണ്ടായിട്ടൊരു ഓർമ്മയുണ്ട്. ഓക്കെ, അതുകൂടെ ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.